ഞാൻ രാവിലെ വന്നിട്ട് എനിക്ക് പറഞ്ഞു കൊടുത്തത് ഇവിടെ ഇങ്ങനെ ബോഡി ഉണ്ടെന്നും ഇവിടെ ഉണ്ടെന്നും ബിരിഞ്ഞാലിനോട്ട് വീട്ടിൽ ബോഡി ഉണ്ടെന്നും ഇതുവരെ സുദേവൻ്റെ അമ്മേൻ്റെ ബോഡി ഇതുവരെ നിങ്ങൾ ഈ പ്രദേശത്തുള്ള ഞാൻ ഇവിടെ താമസക്കാരനാണ്. ഞാനിവിടെ താമസക്കാരനാണ്. ഞാൻ അവരോട് പറഞ്ഞതാണ് രാവിലെ വന്ന പാട് പോലും അവിടുന്ന് കടത്തി വിടുന്നില്ല. ഞാൻ മാത്രമുള്ള വിട്ട് ഇന്നലെ ഈ മഴ പെയ്യുന്ന തലേന്നിൻ്റെ അനിയൻ വിളിച്ചിട്ട് പറഞ്ഞു ഉമ്മാനെ സേഫ്റ്റി ആക്കി കൊണ്ടുപോകാറുണ്ട്. അങ്ങനെ ഞാൻ അവിടുന്ന് നിന്ന് രാവിലെ ഇന്നലെ കിടക്കാൻ പറഞ്ഞു. ഓല് സമ്മതിച്ചില്ല. ഇന്ന് ഞാൻ ഓരോ കാലും കൈയൊക്കെ പിടിച്ചിട്ടാണ് അങ്ങോട്ട് കടന്നത്. ഇവിടെ വന്ന പാട് ഓലോട് പറഞ്ഞു ഇവിടെ എൻ്റെ കൂട്ടുകാർ അലിയുണ്ട് കിടക്കുന്നുണ്ട്. അലിയുടെ വീട്. ഓൻ ഈ വീട്ടിൽ എത്ര പേരുണ്ട്? ഓൻ്റെ ഭാര്യയും 2 കുട്ടികളും ഉണ്ട് ഇതിനുള്ളിൽ. അറിയോ, ഒരു കുട്ടിക്ക് സുഖമില്ലാത്ത കുട്ടിയാണ്, നടക്കാൻ വയ്യാത്തൊരു കുട്ടിയുണ്ട് ഓനക്ക്. അറിയോ, ഓലത്തെ ഞാൻ വന്ന പാടം പറഞ്ഞു ഇതിൻ്റെ അടിയിലുണ്ട്. സുദേവനുണ്ട് ഇവിടെ താഴത്ത്. സുദേവനുണ്ട്, സുദേവൻ്റെ അമ്മ ഉണ്ട്, ഓൻ 2 മക്കളുണ്ട്, ഓൻ്റെ ഭാര്യയുണ്ട്. അപ്പുറത്ത് നാസറുണ്ട്, സുഖമില്ലാതെ കിടക്കുക. നാസർ പറഞ്ഞ ഓൻ ഇന്നലെ മിഞ്ഞാന്ന് വിളിക്കുന്നുണ്ട് എന്നെ രക്ഷിക്കുന്ന പറഞ്ഞിട്ട്. ഓൻ്റെ മകൻ വിളിക്കുന്നുണ്ട്. ഇതുവരെ അവിടേക്ക് ആളെത്തിയില്ല. എന്നാണ് അവിടേക്കൊക്കെ ആളെത്തുന്നത്. ഇനി അവിടുന്ന് ബദ്രുദ്ദീൻ പറഞ്ഞ ആളുണ്ട്. അവിടെ റോഡിലെ പോയിട്ട് വരികയാണ് ഞാൻ. അവിടെ അവൻ്റെ ഒന്നും ബോഡി ഇതുവരെ കിട്ടിയിട്ടില്ല. ബദ്രുദ്ദീൻ ഉണ്ടോ ഇല്ലെന്ന് എവിടെയും രക്ഷപ്പെട്ടിക്കണോ ഒന്നും അറിയില്ല. മരിച്ചിക്കണോ ഇല്ലേ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ. ഈ പ്രദേശം എന്താണ് നിങ്ങൾ പേര് പറയുന്നത്? ഇവിടേക്ക് മുണ്ടക്കായി എന്ന് പറയാറ്. ഇതിലെ കണ്ട് പോകുന്നത് പുഞ്ചിരിമട്ടം എന്നാണ് പറയുന്നത്. ഈ മുണ്ടക്കൈ പള്ളിയുടെയും ഈ ദേവാലയത്തിൻ്റെയും ഒക്കെ തൊട്ടടുത്ത് എത്ര വീടുകളുണ്ടാവും? ഒത്തിരി വീടുകളുണ്ട്. ഏകദേശം ഒരു കണക്ക് പറയുമ്പോൾ ഒരു 100 വീടുകൾ ഇപ്പോഴത്തെ ഈ പരിസരത്ത് തന്നെ ഉണ്ട്. ഇവിടെ ഇതാക്കണം, ഈ താഴത്ത് 3-4 വീട് ഇപ്പോൾ പോയതാണ്. യൂസ്ഫുക്ക, കുഞ്ഞുമൈദീൻ, കുഞ്ഞാക്ക ഇവരൊക്കെ പോയതാണ്. ഓരോന്നും ഒരു വിവരമില്ല. അറിയോ, ഇവിടെ എണ്ണി എനിക്ക് എല്ലാ വീടുകളും അറിയാം. ഞാൻ ഇവിടെ ജനിച്ചു വളർന്നതാണ്. അതുകൊണ്ട് എനിക്ക് എല്ലാ വീടും പെരയും എല്ലാതും അറിയാം. എനിക്ക് ഇവിടെ ഇപ്പോൾ രക്ഷപ്പെട്ട ആളുകളായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ടോ? എത്ര പേര് ഈ ഭാഗത്തു നിന്ന് രക്ഷപ്പെട്ടവരെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടോ അല്ലെങ്കിൽ ബന്ധപ്പെട്ടിട്ടോ ഒക്കെ ഉണ്ടാകും? നമ്മൾ ഒത്തിരി പേരെ ബന്ധപ്പെട്ട് ഇപ്പോൾ കിട്ടാത്ത ആൾക്കാരെ ഇങ്ങനെ മൊബൈലിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര ആളെ കണ്ടിട്ടില്ല, ഇവരെ കണ്ടിട്ടില്ല എന്നിങ്ങനെ വിവരങ്ങൾ പറയാണ്. ആരെ പറഞ്ഞിട്ട് നമ്മൾ തിരയുന്നത്. അപ്പോൾ ഇല്ല സ്ഥലത്ത് ഓരോരുത്തർ കുറച്ച് ആൾക്കാരെ ഞാൻ ഇന്ന് രാവിലെ അങ്ങോട്ട് കൊണ്ടുപോയിരിക്കുന്നു. മട്ടത്ത് ആദിവാസികൾ അവിടെ കൊണ്ടുപോയിക്കുക. സീനേറ്ററിൻ്റെ പേരൻ്റെ അവിടെ നിന്നാണ് തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഓരോരുത്തർ ഇപ്പം മിഞ്ഞാന്ന് ഒരു മാസമായിട്ടില്ല. അഫ്സൽ, നൗഫൽ, ഓലോ ഒക്കെ പേരാണ്. 5 മാസം ഗർഭിണിയായിരുന്ന സ്ത്രീയാണ് ഇപ്പം ഇവിടെ താമസിക്കുന്നത്. സേഫ്റ്റി എല്ലാവരും പൂളക്കാട്ടിലേക്ക് പോയതാണ്. അവരാണ് ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ ഒരു എല്ലാ വിഭാഗ ആളുകളൊക്കെ ഉള്ളൊരു പ്രദേശമായിരിക്കും. എല്ലാവരും ഉണ്ട്. നല്ല സ്നേഹത്തിൽ കഴിയുന്ന ഒരു നാടാണിത്. അത്രയും സ്നേഹത്തിൽ കഴിയുന്ന ഒരു നാടാണ്. ഈ ദുരന്തം നടക്കുമ്പോൾ ഇക്ക എവിടെയായിരുന്നു? ഞാൻ എൻ്റെ ചുരൽമലയായിരുന്നു. അങ്ങനെയാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അനിയൻ്റെ ഭാര്യ ഒക്കെ ഇവിടെ ഇരുന്നു. ഓരോ കോടി രക്ഷപ്പെട്ടിരിക്കുകയാണ്. അറിയോ, ഇപ്പോൾ ഇത് മുകളിലേക്ക് അത്ര തന്നെ ഈ കാണുന്നത് വരെയാണ് ഇപ്പോൾ ഇഫക്റ്റ് ഈ ഭാഗത്തേക്ക്. മുണ്ടക്കായിൻ്റെ അതിർത്തി ഇതാണ്. എങ്ങനെയാണ് പിന്നെ അവിടുത്തെ എസ്റ്റേറ്റുകളാണ് കാര്യങ്ങൾ. മുണ്ടക്കയിൽ എത്ര കടകളൊക്കെ ഉണ്ടായിരുന്നു? ഇവിടെ ഒത്തിരി ഇതൊക്കെ കടകളായിരുന്നു. ഈ കാണുന്നതൊക്കെ കടകളായിരുന്നു. ഇവിടെ കൂലിയോടെ തന്നെ അടിയിലെ പള്ളീൻ്റെ താഴേക്കും ഒക്കെ കടയുണ്ട്. ഇവിടെ ആലക്കൽ മജീദിൻ്റെ ബിൽഡിംഗ് ആയിരുന്നു. ഇത് മൊത്തം അഡ്വക്കേറ്റ് ജമീലാൻ്റെ വീടായിരുന്നു. അതൊന്നും കാണാനില്ല. അവരൊക്കെ ഉണ്ടോ ഇല്ലേ ഒന്നും അറിയില്ല. ഏതെങ്കിലും തരത്തിലുള്ള ഇപ്പോൾ ഭീകരമായ മഴ പെയ്യുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ പേടിച്ചിരുന്നു ഇതിന് മുൻപേ ഒക്കെ? ഇതിനൊക്കെ മഴ പെയ്യും ഇങ്ങനെ ഒന്നും ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇത് എന്താണെന്ന് ദൈവത്തിന് തന്നെ അറിയുള്ളൂ. എന്താണ് ഇങ്ങനെയൊക്കെ തന്നിക്കണതെന്ന്. ഇങ്ങനെ ഒരു മഴ പെയ്യും അപ്പോൾ എല്ലാവരും പറയും നമ്മൾ ഓടേണ്ടി വരും പോകേണ്ടി വരും എന്നല്ലാതെ കാര്യത്തിൽ പറയലില്ല. ഇതിപ്പോൾ ഇങ്ങനെ വരില്ലൊന്നും ഒരിക്കലും സാധാരണ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതാണ് ഇവിടുത്തെ ആളുകളുടെ ഒരു കണക്കൊക്കെ ആരുടെ കയ്യിലായിരിക്കും കൂടുതലുണ്ടാവും? ഇവിടെ പഞ്ചായത്ത് മെമ്പറെ കൈക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ മഹലിലെ അമ്പലത്തിൻ്റെ അങ്ങനെ എല്ലാ കണക്കുകളെ കിട്ടുള്ളൂ. അതാണ്. ഇപ്പോൾ ഇവിടുത്തെ രക്ഷാപ്രവർത്തനത്തിൽ താങ്കൾ സംതൃപ്തനാണ്? അപ്പോൾ കുഴപ്പമില്ലാത്ത ഇതിലാണ്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ പറയാൻ തുടങ്ങിയത് നമ്മൾ വിടുന്നില്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ആൾക്കാരെ വിടണ്ടേ സാറേ, ഇങ്ങോട്ട് വിടണ്ടേ. ഇവിടെ വിട്ടാലല്ലേ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ, ഓർക്ക് പോയി നോക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളവർക്ക് നോക്കാൻ പറ്റുള്ളൂ. പിന്നെ വിട്ടാൽ കഴിഞ്ഞാൽ എൻ്റെ ബാക്കിയുള്ളവർ നോക്കാൻ പറ്റുള്ളൂ. ഇപ്പം ഞാൻ രാവിലെ വന്നിട്ട് പറയാൻ തുടങ്ങിയത് അലീനെ രക്ഷിക്കുന്നത്. അലി മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ ഉറപ്പ്. ഇപ്പോഴും അലി മരിച്ചിട്ടില്ല എന്ന്. അതേമാതിരി സുദേവനും പെണ്ണുങ്ങളും കുട്ടികളൊന്നും മരിച്ചിട്ടില്ല. ഓലിൻ്റെ ജീവനോടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അറിയോ, അതേപോലെ നാസർ പലവരും ഉണ്ട്. അവരൊന്നും മരിച്ചിട്ടില്ല എന്നാണ് എൻ്റെ പൂർണ്ണ ഉറപ്പ്. ഓലൊന്നും മരിച്ചിട്ടില്ല, ഓല് ജീവനത്തോടെ ഇരിക്കുകയാണ് എന്നാണ്. അവരെടുത്താലല്ലേ അവരെടുക്കണ്ടേ. ഇന്നലെ വന്ന് പറയാം ഇവിടെ എല്ലാ ആൾക്കാരെ കടത്തി വിടണം. എന്നാലുള്ള ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. ഇന്നാലോടത്ത് വീടുണ്ട് ഇത് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പോയി ആർക്കറിയാം. ഈ ദുരന്തത്തിൻ്റെ ഇതൊക്കെ കാണുമ്പോൾ ഇനിയുള്ള നിങ്ങളുടെ ഒരു ഇവിടുത്തെ ഒരു നിലനിൽപ്പും കാര്യവും എങ്ങനെയായിരിക്കും? ഇനി ഒന്നും പറയാൻ പറ്റൂല സാറേ. ഇതൊന്നും എന്താവും ഒന്നും പറയാൻ പറ്റൂല. ഇതൊന്നും ഇനി എങ്ങനെ പുനർജന്മിതാവുന്ന ഒന്നും പറയാൻ നമുക്ക് കഴിയുന്നില്ല. അറിയോ, ഞാൻ ഈ മഹലിലെ ആളാണ്. ഈ പള്ളിയിൽ താമസിക്കുന്ന ആളാണ്. ഈ പള്ളിയിലെ ഉസ്താദ് നഷ്ടപ്പെട്ടു. എൻ്റെ വീട്ടിലേക്ക് റംസാൻ ഇന്ന് കിട്ടിയെന്നാണ് പറഞ്ഞത്. അതേപോലെ നമ്മൾ വീട്ടിലേക്കാണ് വരിക. നീലിക്കാപ്പിലേക്ക് വരും ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. ഞാൻ കൊടുന്നേരാറിന് വേണ്ട, ഞാൻ വണ്ടി എടുത്ത് വരാറില്ല. അത്ര നല്ല മനുഷ്യനായിരുന്നു അയാൾ.
അതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. ഇതാ ഇവൻ സെക്രട്ടറി ആയിരുന്നു, മുൻ സെക്രട്ടറി ആയിരുന്നു, സലീം അലി പറയുന്നത് മുൻ സെക്രട്ടറി ആയിരുന്നു നാടിന് വേണ്ടിയിട്ട്. ആര് കുടുങ്ങിയിട്ടുണ്ട് സഹായിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അലി അറിയുന്ന ആള്. വണ്ടി മെക്കാനിക്കാണ്, അലി എന്താ മെക്കാനിക്, കാറിൻ്റെ മെക്കാനിക്കാണ്. പക്ഷേ എവിടെ ആരെന്ത് കുടുങ്ങിയിട്ടുണ്ട് അവർ രക്ഷപ്പെടുത്തുന്ന ഒരാളാണ്. പൈസ കൊണ്ടാണ്, തടി കൊണ്ടാണ്, എന്തുകൊണ്ട് അലി ചെയ്യുന്ന ആളാണ്. ഇപ്പോഴും എനിക്ക് പൂർണ്ണ ഉറപ്പാണ് അലി മരിച്ചിട്ടില്ല എന്ന്. അത്ര ഉറപ്പിലാണ് ഞാൻ നിൽക്കുന്നത്. ഈ മഹലിൽ ഏകദേശം എത്ര അംഗങ്ങളുണ്ട്? ഒത്തിരി അതിന് കണക്ക് കിട്ടുന്ന സെക്രട്ടറിനോട്, സെക്രട്ടറി അഷ്റഫ് എന്നാണ് ഇപ്പോഴത്തെ സെക്രട്ടറി. അഷ്റഫിനെ അറിയാം. അതേമാതിരി അമ്പല കമ്മിറ്റിയോട് ക്രിസ്ത്യൻ പള്ളിയാണ്. എല്ലാവരും നല്ല സഹകരണത്തോടെ ഇവിടെ പോസ്റ്റ് ഓഫീസ്, സ്കൂള്, ബാലവാടി എല്ലാ സൗകര്യം എല്ലാമാണ്. പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ പണിക്ക് പോകുന്നതും വിദ്യാഭ്യാസം കൊടുക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ്. അതാണ്. ഏതായാലും സേഫായിരിക്കുക.